കോഴിക്കോട് വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ. ശക്തമായ മഴയിൽ മണ്ണും കല്ലും മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തി പ്രദേശത്തുണ്ടായിരുന്നവരെ മാറ്റി താമസിപ്പിച്ചു. വിവരങ്ങളുമായി ദിലിശ ചേരുന്നുണ്ട്. ദിലിശ, മഴക്കെടുതി ആരംഭിക്കുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? കോഴിക്കോട് വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ശക്തമായ മഴയിൽ മണ്ണും കല്ലും മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുകയായിരുന്നു. പ്രദേശത്തുണ്ടായിരുന്നവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ദിലിശയാണ് വിവരങ്ങൾ വന്നിരിക്കുന്നത്. ദിലിശ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ആളുകളെ ഇതിനു മുന്നേ തന്നെ മാറ്റി താമസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു? തന്നെ ജില്ലയിലുടനീളം മഴക്കെടുതിയുടെ വാർത്തകൾ തന്നെയാണ്. ഓരോ മണിക്കൂറും ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലുടനീളം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് വിലങ്ങാട് പന്നിയേരി ഉന്നതിയിലാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടുന്ന് കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. പാലിൽ ലീല എന്നയാളുടെ വീടിന് പിൻവശത്തായാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ ശക്തമായിട്ടുള്ള മഴയിൽ മണ്ണും കല്ലും എല്ലാം തന്നെ മഴവെള്ളത്തോടൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ നാട്ടുകാർ ഇടപെട്ടാണ് ലീലയും കുടുംബത്തെയും മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലിനെ തുടർന്ന്, അതായത് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇതേ സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഏകദേശം രാത്രി ഒരു 7:45 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ശക്തമായ മഴയിൽ മണ്ണും കല്ലും എല്ലാം മഴവെള്ളത്തോടൊപ്പം താഴോട്ട് പതിക്കുകയായിരുന്നു. എന്തായാലും ഈ ചാലുകളിൽ മഴവെള്ളം ഒഴുകിയെത്തോടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ കല്ലും മണ്ണും എല്ലാം ഏത് നിമിഷവും ഒഴുകി വീടിന്റെ പിൻവശത്തേക്ക് പതിക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ നാട്ടുകാർ തന്നെ പെട്ടെന്ന് ഇടപെട്ട് ഈ ലീലയും കുടുംബത്തെയും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഉരുൾപൊട്ടി കനത്ത നാശം വിധിച്ച വിലങ്ങാട് കടമാൻ കളരിക്ക് സമീപമാണ് ഈ ഉന്നതി കോളനി എല്ലാം തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വിലങ്ങാട് കഴിഞ്ഞ വർഷമൊക്കെ ഉരുൾപൊട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി കാലവർഷം ആരംഭിക്കുമ്പോൾ തന്നെ വലിയ മുൻകരുതൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാട് പ്രദേശത്തൊക്കെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ സൂചനയുണ്ടെങ്കിലൊക്കെ തന്നെ ആളുകളെ ഉടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നോ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായിരിക്കണമെന്നുള്ള എല്ലാം തന്നെ ജില്ലാ കളക്ടർ എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പുകളൊക്കെ സജ്ജീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കളക്ടർ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഉന്നതി കോളനികളിലൊക്കെ മുന്നറിയിപ്പുകൾ നൽകണമെന്ന് ഈ യോഗത്തിൽ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ അപായ സൈറൻ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നുമെല്ലാം കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എത്തിപ്പെടാൻ പറ്റാത്തൊരു കോഴിക്കോട് വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. ശക്തമായ മഴയിൽ മണ്ണും കല്ലും മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെയാണ് ദിലിശ തിലകൻ പങ്കുവച്ചത്.